ഹായ് സ്റ്റുഡൻസ്, നമസ്തേ. എൻ്റെ പേര് പ്രദീപ്. ഞാൻ പ്രസിഡൻസി ദ പ്രൊഫഷണൽ ട്യൂട്ടേഴ്സിലെ ഹിന്ദി അധ്യാപകനാണ്. ഇന്ന് 8ാം ക്ലാസ്സുകാരായ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എടുക്കുന്നത് മേരെ ബച്ചേക്കോ സിഖായേം എന്ന 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ്. ഇത് പത്ര എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു പാഠമാണ്. മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള അബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ അധ്യാപകന് എഴുതിയ ഒരു കത്താണ് ഇവിടെ കൃത്യമായി വിവക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കത്ത് എന്തുകൊണ്ടൊരു പാഠഭാഗമായിട്ട് വന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കത്തിൽ നിന്നും നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തായാലും ആ കത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ പാഠത്തിൻ്റെ പേര് മേരെ ബച്ചേക്കോ സിഖായേം, എൻ്റെ കുട്ടിയെ, എൻ്റെ മകനെ പഠിപ്പിക്കണം എന്നാണ് ആ ഹെഡിങ്ങിൻ്റെ അർത്ഥം. അബ്രഹാം ലിങ്കൻ എഴുതിയ ഈ കത്ത്, ഇതിൻ്റെ തീയതി നോക്കുകയാണെങ്കിൽ 15 മാർച്ച് 1860, 15 മാർച്ച് 1860. 1860 എന്ന കൊല്ലത്തിൽ മാർച്ച് 15-ാം തീയതി അദ്ദേഹം തൻ്റെ മകൻ്റെ ഗുരുനാഥന് എഴുതിയ ഒരു കത്താണ്. നോക്കാം. ഏതൊരു കത്തും തുടങ്ങുമ്പോൾ ഒരു സംബോധന ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു സംബോധനയുണ്ട്. പ്രിയ ഗുരുജി, പ്രിയപ്പെട്ട ഗുരു, പ്രിയപ്പെട്ട അധ്യാപകൻ എന്നാണ് ആ സംബോധന കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സബി വ്യക്തി ന്യായപ്രിയ നഹി ഹോത്തേ ഓർ നഹി സബ് സച്ച് ബോൾത്തേ ഹി. പ്രിയപ്പെട്ട ഗുരുനാഥ, സബി വ്യക്തി ന്യായപ്രിയ നഹി ഹോത്തേ, എല്ലാ വ്യക്തികളും ന്യായപ്രിയന്മാരായിരിക്കില്ല. എന്താണ് ന്യായപ്രിയന്മാർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ന്യായത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ, അതായത് ന്യായം മാത്രം നിർവഹിക്കുന്നവർ. അപ്പോൾ എല്ലാ വ്യക്തികളും അങ്ങനെ ന്യായപ്രിയന്മാരായിരിക്കില്ല. ഓർ നഹി സബ് സച്ച് ബോൾത്തേ ഹി. സച്ച്, സച്ച് എന്ന് പറഞ്ഞാൽ സത്യം. എല്ലാവരും സത്യം പറയുന്നവരും ആയിക്കൊള്ളണമെന്നില്ല. ഈ ലോകത്തിൽ കോടാനുകോടി ജനങ്ങളുണ്ട്. ആ ജനങ്ങളിൽ എല്ലാവരും ന്യായം മാത്രം നോക്കി ജീവിക്കണവരാവില്ല. അതേപോലെ തന്നെ സത്യം പറയുന്നവരും ആവില്ല. യഹ് തോ മേരാ ബച്ച കബി ന കബി സീഖ് ഹി ലേഗ. യഹ് തോ മേരാ ബച്ച, ഇത് എൻ്റെ മകൻ, എൻ്റെ കുട്ടി, കബി ന കബി, എപ്പോഴെങ്കിലും, സീഖ് ഹി ലേഗ, എപ്പോഴെങ്കിലും പഠിച്ചിരിക്കും. ഇത് എൻ്റെ മകൻ എപ്പോഴെങ്കിലും പഠിക്കുന്നോർപ്പാണ്. പർ, എന്നാൽ, ഉസേ യഹ് അവശ്യ സിഖായേം കി, उसे यह अवश्य सिखाएं कि अगर दुनिया में बदमाश लोग होते तो अच्छे नेक इंसान भी होते. पर उसे यह अवश्य सिखाएं कि, എന്നാൽ അവനെ ഈ കാര്യം നിർബന്ധമായിട്ടും പഠിപ്പിക്കണം. ആ കാര്യം എന്തെന്നാൽ, അഗർ ദുനിയാമേ, ലോകത്തിൽ, ബദ്മാഷ് ലോഗ് ഹോത്തേ തോ. ബദ്മാഷ്, ബദ്മാഷ് എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം കാട്ടി നടക്കുന്നവർ, തെമ്മാടികൾ, അല്ലെങ്കിൽ തോന്നിവാസം കാട്ടി നടക്കുന്ന തോന്നിവാസികൾ. ഈ ലോകത്ത് ധാരാളം തെമ്മാടിത്തരം കാട്ടി നടക്കുന്ന ആൾക്കാരായിട്ടുള്ള തെമ്മാടികളുണ്ട്. തോ അച്ഛേ നേക്ക് ഇൻസാൻ ബി ഹോത്തേ ഹേ. നേക്ക് ഇൻസാൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർ. ഈ ലോകത്ത് നല്ല മനുഷ്യരും ഉണ്ട്. ഒരു ഭാഗത്ത് തെമ്മാടികളുണ്ടെങ്കിൽ മറുഭാഗത്ത് നല്ല മനുഷ്യരും ഉണ്ട്. അങ്ങനെ സമ്മിശ്രമായിട്ടാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ വരുന്നത്. അഗർ സ്വാർത്ഥി രാജനീതിജ്ഞ ഹേത്തോ. അഗർ സ്വാർത്ഥി, സ്വാർത്ഥി എന്ന് പറഞ്ഞാൽ സെൽഫിഷ്, സ്വാർത്ഥരായിട്ടുള്ള രാജനീതിജ്ഞ. രാജനീതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാഷ്ട്രീയക്കാർ, പൊളിറ്റീഷ്യൻസ്. സ്വാർത്ഥരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ജനതാക്കെ ഹിതമേം കാം കർണേ വാലേ ദേശ് പ്രേമി ബി ഹേ. ജനങ്ങളുടെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഉണ്ട്. നമുക്കറിയാം, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. കുറേ രാഷ്ട്രീയക്കാരെ നമുക്ക് ചുറ്റും തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും നാട്ടിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയക്കാരെ കാണുന്നുണ്ട്. അതിൽ ചിലരൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം, ചിലരൊക്കെ സ്വന്തം കാര്യം നോക്കുന്നവരായിരിക്കാം. അപ്പോൾ അബ്രഹാം ലിങ്കൻ അതാണ് പറയുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ജനങ്ങളുടെ ഹിതമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും ഉണ്ട്. ഉസേ യഹ് ബി സിഖായേം കി, അങ്ങ് പ്രിയപ്പെട്ട അധ്യാപക, അങ്ങ് അവനെ ഇതും കൂടിയും പഠിപ്പിക്കണം. എന്താ?
അഗർ ദുഷ്മൻ ഹോത്തേ ഹേ തോ, ദുഷ്മൻ എന്ന് പറഞ്ഞാൽ എന്താ? ശത്രു. നമുക്ക് ചിലപ്പോൾ ശത്രുക്കളുണ്ടായിരിക്കാം. ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ ദോസ്ത് ബി ഹോത്തേ ഹേ, അതേപോലെ തന്നെ നമുക്ക് കൂട്ടുകാരന്മാരുണ്ട്. ശത്രുക്കൾ മാത്രമല്ല, നമുക്ക് നല്ല കൂട്ടുകാരന്മാരും ഉണ്ട്. മുझे പതാ ഹേ കി ഇസ്മേം സമയ് ലേഗേഗ, മുझे പതാ ഹേ കി, എനിക്കറിയാം ഇതിന് നല്ലോണം സമയമെടുക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കാനും അങ്ങ് അവനെ പഠിപ്പിച്ച് മനസ്സിലാക്കാനും നല്ലോണം സമയമെടുക്കുന്നൊക്കെ എനിക്കറിയാം. പരന്തു ഹോ സക്കേത്തോ, എന്നാൽ പറ്റുമെങ്കിൽ ഉസേ യഹ് ജരൂർ സിഖായേം കി, പറ്റുമെങ്കിൽ ഇതും കൂടി അവനെ പഠിപ്പിക്കണം. എന്ത്? മേഹനത്ത് സേ കമായ ഏക് പൈസ, മേഹനത്ത് സേ കമായ ഏക് പൈസ, മേഹനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അധ്വാനം. അധ്വാനത്തിലൂടെ കമായ, സമ്പാദിച്ച, ഏൺ ചെയ്ത, അധ്വാനത്തിലൂടെ നല്ല ഹാർഡ് വർക്കിലൂടെ ഏൺ ചെയ്ത പൈസ അഭി ഹരാം മേം മിലി നോട്ടോങ് കി ഗഡ്ഡി സേ, ഹരാം മേ മിലി, ഹരാം മേം എന്ന് പറഞ്ഞാൽ ഹരാം കർണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഉചിതമല്ലാത്ത രീതിയിൽ കിട്ടിയ നോട്ടോം കി ഗഡ്ഡി, നോട്ടോം കി ഗഡ്ഡി എന്ന് പറഞ്ഞാൽ നോട്ട് കെട്ടിനേക്കാൾ കഹി അധികം മൂല്യവാൻ ഹോത്താക്കി, വളരെയധികം വിലപിടിപ്പുള്ളതാണ്. അധ്വാനത്തിലൂടെ നേടിയ പൈസ, ഹാർഡ് വർക്കിലൂടെ ഏൺ ചെയ്ത ആ പൈസ എന്ന് പറയുന്നത് ഉചിതമല്ലാത്ത രീതിയിൽ, അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ മറ്റൊരാളെ വഞ്ചിച്ചിട്ടോ ചതിച്ചിട്ടോ അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള തെറ്റായ മാർഗത്തിലൂടെ നേടിയ പൈസയേക്കാൾ അധികം വിലപിടിപ്പുള്ളതാണ്. മൂല്യവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം വിലപിടിപ്പുള്ളതാണ് എന്നാണ് എബ്രഹാം ലിങ്കൺ പറയുന്നത്. ഇതൊക്കെ അങ്ങ് എൻ്റെ മകനെ പഠിപ്പിക്കണം. ഉസേ ഹാർന സിഖായേ, അവനെ തോൽക്കാൻ പഠിപ്പിക്കണം. തോൽവി എന്താണ് അവൻ അറിയണം. ഓർ ജീത്ത് മേം ഗുഷ് ഹോനാ ബി സിഖായേ, മാത്രമല്ല ജീത്ത് മേം, ജയിക്കുമ്പോൾ അവനെ സന്തോഷിക്കാനും പഠിപ്പിക്കണം. അതോടൊപ്പം അവനെ തോൽവി എന്താണെന്ന് അറിഞ്ഞിരിക്കും കൂടി വേണം. തോൽവി മനുഷ്യ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ തോൽവിയും ജയമൊക്കെ ഉണ്ടാവണമാണ്. ഒരു ഇറക്കവും ഒരു കയറ്റവും വീണ്ടും ഇറക്കവും കയറ്റമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവനെ തോൽവി എന്താണെന്ന് അവനെ അറിയണം. അതേപോലെ തന്നെ ജയത്തിൽ സന്തോഷിക്കാനും അവനെ പഠിപ്പിക്കണം. ഹോ സക്കേത്തോ, പറ്റുമെങ്കിൽ ഉസേ രാഗ് ദ്വേഷ് സേ ദൂർ രഹേ, അവൻ്റെ രാഗ് ദ്വേഷ് എന്ന് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഉസേ അപ്പനി മുസീബത്തോം കോ ഹസ്കർ ടാൽന സിഖായേ, മുസീബത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളെ ഹസ്കർ എന്ന് പറഞ്ഞതാണ് ചിരിച്ചുകൊണ്ട് ടാൽന സിഖായേ, ടാൽന എന്ന് പറഞ്ഞാൽ അകറ്റുക, ചിരിച്ചുകൊണ്ട് അകറ്റാൻ കൂടി അവനെ പഠിപ്പിക്കണം. കഷ്ടപ്പാട് വരുമ്പോൾ ഒരിക്കലും മനസ്സൊന്നും മടുക്കാതെ അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ കഷ്ടപ്പാടുകളെ അകറ്റാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ എപ്പോഴും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തന്നെ മാത്രമേ ജീവിതത്തിൽ നടക്കൂ എന്നുള്ളൊരു രീതി അവനിൽ നിന്ന് മാറ്റണം. അപ്പോൾ അവനെ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ അതിനെ നല്ല ചിരിച്ചുകൊണ്ട് അതിനെ അകറ്റാൻ അവനെ പഠിപ്പിക്കണം. വഹ് ജൽദീഗി യഹ് സബ് സിഖേങ് കി, അവനെ വേഗം പഠിക്കും. ബദ്മാശോം കോ ആസാനി സേ കാബൂ മേം കിയാ ജാ സക്താ ഹേ, അവനെ വേഗം പഠിപ്പിക്കണം. എന്ത്? ബദ്മാശോം കോ, അതായത് തെമ്മാടിത്തരം കാട്ടി നടക്കുന്ന തെമ്മാടികളെ ആസാനീസെ കാബൂമേം കിയാ ജാ സക്താ ഹേ, ആസാനീസെ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ കാബൂമേം കിയാ ജാ സക്താ ഹേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിയന്ത്രണത്തിൽ ആക്കാൻ, തെമ്മാടികളെ തൻ്റെ നിയന്ത്രണത്തിൽ ആക്കാൻ അവനെ പഠിപ്പിക്കണം. നമ്മുടെ കൺട്രോളിൽ തന്നെ തെമ്മാടികളെ ഒതുക്കി നിർത്താൻ അവനെ പഠിപ്പിക്കണം. ഇപ്പോൾ എബ്രഹാം ലിങ്കൺ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? എബ്രഹാം ലിങ്കൺ പറയുന്നത് എന്താണ്? ഒരു ഭാഗത്ത് ഒരു കയറ്റുണ്ടെങ്കിൽ മറുഭാഗത്ത് അതിൻ്റെ ഇറക്കമുണ്ട്. അവന് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിരിക്കണം. എല്ലാത്തിലും ഇതിനു മുന്നേ ഒരു ദുഃഖങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ സുഖം മാത്രം അറിഞ്ഞാൽ പോരാ, ദുഃഖം എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത്. ലോകത്തിൽ ഒരുപാട് തെമ്മാടികളുണ്ടെങ്കിൽ അതേപോലെ തന്നെ നല്ല മനുഷ്യരുണ്ട്, എല്ലാ വിധത്തിലുമുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവന് ചെറിയൊരു അറിവ് എന്തായാലും ഉണ്ടായിരിക്കണം. അഗർ സംഭവ് ഹോ തോ ഉസേ കിതാബോം കി മനോമോഹക് ദുനിയാമേം അവശ്യലേ ജായേ, അഗർ സംഭവ് ഹോ തോ, പറ്റുമെങ്കിൽ, സംഭവിക്കുമെങ്കിൽ അവനെ കിതാബോം കി മനോമോഹക് ദുനിയ, കിതാബ് പുസ്തകങ്ങളുടെ മനോമോഹക് ദുനിയ, ആ മനോഹരമായിട്ടുള്ള ലോകത്ത് അവശ്യലേജായേം അവനെ നിർബന്ധമായും കൂട്ടിക്കൊണ്ടുപോകണം.
ആ പുസ്തകങ്ങളുടെ മനോഹരമായിട്ടുള്ള ലോകത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ധാരാളം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തണം, അവനെക്കൊണ്ട് ധാരാളം പുസ്തകങ്ങൾ വായിപ്പിക്കണം. ഒരുപക്ഷെ കുട്ടികളെ സംബന്ധിച്ചോളം പുസ്തകം വായിക്കുന്ന കാര്യത്തിൽ റീഡിങ് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആവില്ല. പക്ഷേ അവനെ ധാരാളം വായിക്കാൻ പഠിപ്പിക്കണം. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വായിച്ച് വായിച്ച് നമുക്ക് നല്ല പുതിയ പുതിയ അറിവുകളൊക്കെ നമുക്ക് നേടാൻ സാധിക്കണം. അറിവ് നേടാനുള്ള ഒരു ജിജ്ഞാസ കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളിൽ ഉണ്ടായിരിക്കണം. ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവും ഉണ്ടാവണമെങ്കിൽ ധാരാളം വായിക്കണം. അപ്പോൾ അങ്ങനെ ആ പുസ്തകങ്ങളുടെ ലോകത്തേക്ക്, മനോഹരമായിട്ടുള്ള ലോകം, പുസ്തകങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ലോകമാണ് അവനെ ആദ്യം ബോധ്യപ്പെടുത്തണം. ആ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകും വേണം. സാത്ത് സാത്ത് ഉസേ പ്രകൃതിക്ക് സുന്ദരത, മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ അവന് നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം, മനോഹരമാണ് നമ്മുടെ പ്രകൃതി അല്ലേ? പ്രകൃതി തന്നെ നമുക്കൊരു വലിയൊരു പാഠപുസ്തകമാണെന്ന് അറിയാം. ആ പ്രകൃതിയുടെ സൗന്ദര്യം, നീലേ ആസ്മാൻ മേം ഉടുത്തെ, അത് മാത്രമല്ല നീലേ ആസ്മാൻ, അതായത് ബ്ലൂ സ്കൈ, നീലാകാശത്തിൽ ഉടുത്തെ പറന്നു പൊങ്ങുന്ന ആസാദ് പക്ഷി. ആസാദ് പക്ഷി, ആസാദ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സ്വതന്ത്രമായ. ആ നീലാകാശത്തിൽ പറന്നുയർന്ന് പോകുന്ന ആ സ്വതന്ത്രമായിട്ടുള്ള പക്ഷികളെക്കുറിച്ച് അവനെ മനസ്സിലാക്കിക്കണം. സുൻഹരി ധൂപ്പ് മേം, മാത്രമല്ല സുൻഹരി ധൂപ്പ്, സുൻഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡൻ, സ്വർണ്ണ നിറമുള്ള ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ. അവനെ ആ സ്വർണ്ണ നിറമുള്ള വെയിലിൽ ഗുൻഗുനാത്തി മധുമക്കിയും, ഗുൻഗുനാത്തി ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന മധുമക്കി എന്ന് പറഞ്ഞാൽ എന്താ? തേനീച്ചകളെ കുറിച്ചൊക്കെ അവനെ പഠിപ്പിക്കണം. ഓർ പഹാഡ് കെ ഡലാനോ പർ, അത് മാത്രമല്ല പഹാഡ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻസ്, പർവ്വതങ്ങളുടെ ഡലാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാലി, താഴ്വരകൾ. ആ പർവ്വതങ്ങളുടെ താഴ്വരകളിൽ ഗിൽഗിലാത്തെ, പൊട്ടിച്ചിരിക്കുന്ന ജംഗലി ഫൂലോം കി ഹസി, ജംഗലി ഫൂലം, കാട്ടുപൂക്കളുടെ ആ ഒരു ചിരി, ബി നിഹാർനേദേം, അവനെ കാണിക്കണം. ആ പ്രകൃതിയുടെ സൗന്ദര്യം കാണിക്കണം. നീലാകാശത്തിൽ പറന്നു പൊങ്ങുന്ന സ്വതന്ത്രമായിട്ടുള്ള പക്ഷിയെ കാണിക്കണം. സ്വർണ്ണ നിറമുള്ള വെയിൽ, മൂളിക്കൊണ്ടിരിക്കുന്ന തേനീച്ചകൾ, ഇതൊക്കെ അവനെ പഠിപ്പിക്കണം. കൂടാതെ മലയുടെ താഴ്വരകളിൽ ഉള്ള നല്ല കാട്ടുപൂക്കളുടെ ചിരിയൊക്കെ അവനെ കൊണ്ടുപോയി നടന്ന് കാണിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, പ്രകൃതി ഒരു വലിയൊരു പാഠപുസ്തകമെന്ന് പറഞ്ഞില്ലേ? പ്രകൃതിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് എടുക്കാനുണ്ട്. സ്കൂൾ മേം ഉസേ സിഖായെങ്കി, സ്കൂളിൽ അവനെ പഠിപ്പിക്കണം. എന്ത്? നക്കൽ കർക്കെ പാസ് ഹോന. നക്കൽ കർണ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരർത്ഥം അനുകരിക്കുക. ഇവിടെ പക്ഷേ ഈ സന്ദർഭത്തിൽ അർത്ഥം എന്താണ്? കോപ്പി അടിക്കുക. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ സ്കൂളിൽ അവനെ എന്ത് പഠിപ്പിക്കണം? നക്കൽ കർക്കെ പാസ് ഹോന, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് പാസ്സാകുന്നതിനേക്കാൾ ഫെയിൽ ഹോന ബെഹ്തർ ഹേ, ഫെയിലാവുന്നതാണ് ബെഹ്തർ, വളരെ നല്ലത് എന്ന്. അതൊക്കെ അവനെ പഠിപ്പിക്കണം. കോപ്പി അടിച്ച് പാസ്സാവുന്നതിനേക്കാൾ, കോപ്പി അടിച്ച് ജയിക്കുന്നതിനേക്കാൾ, മാർക്ക് നേടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് തോൽക്കുന്നത് തന്നെയാണ് എന്നുള്ളതൊക്കെ അവനെ പഠിപ്പിക്കണം. അതവൻ മനസ്സിലാക്കിയിരിക്കണം. കോപ്പി അടിച്ച് പാസ്സാവുന്നത് ഒരു ഗുണവും ചെയ്യില്ല അല്ലേ? അതിലൂടെ ഒരു നേട്ടവും ഉണ്ടാവില്ല. പക്ഷേ അതിനേക്കാൾ എത്രയോ മഹത്തരാണ് തോൽവി വരുന്നത്. കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തെറ്റായ മാർഗങ്ങളിലൂടെ നമ്മൾ നേട്ടങ്ങൾ നേടുന്നേക്കാൾ നല്ലത് അതിൽ നമ്മൾ പരാജയപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ചാഹേ സബി ലോഗ് ഉസേ ഗലത് കഹേ, ചിലപ്പോൾ ആൾക്കാർ അവനെ തെറ്റുകാരെന്ന് പറയും. പരന്തു, എന്നാൽ വഹ് അപ്പനെ വിചാരവുമേ പക്കാ വിശ്വാസ് രഹേ, അങ്ങനെ ആരൊക്കെ അവൻ തെറ്റുകാരൻ എന്ന് പറഞ്ഞാലും തങ്ങളുടെ ആ ഒരു നിലപാടിൽ വിശ്വാസം വേണം. പക്കാ വിശ്വാസ്, ഉറച്ച വിശ്വാസം വേണം. നമ്മളെടുത്ത ആ തീരുമാനങ്ങളിൽ ഉറച്ച വിശ്വാസം വേണം. ഓർ ഉൻപർ, അതിൽ അടിഗ്രഹന എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക. അതിലങ്ങോട്ട് ഉറച്ചു നിൽക്കണം. നമ്മളെടുത്ത തീരുമാനങ്ങളിലും നമ്മളെടുത്ത നിലപാടുകളിലും നല്ല വിശ്വാസവും വേണം. ഒപ്പം തന്നെ അതിലങ്ങനെ ഉറച്ച് നിൽക്കും വേണം. വഹ് ബലേ ലോകോം കെ സാത്ത്, മാത്രമല്ല അവൻ ബലേ ലോകോം കെ സാത്ത്, ശ്രേഷ്ഠർ, നല്ല ആൾക്കാർ, ധാരാളം നല്ല മഹത്തായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നേക്ക് വ്യവഹാർ നേക്ക് വ്യവഹാർ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം, നല്ല ശ്രേഷ്ഠരായിട്ടുള്ള മനുഷ്യരുടെ കൂടെ നല്ല പെരുമാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവനെ ശീലിപ്പിക്കണം അങ്ങ്. ഓർ ബദ്മാശോങ്കോ, മാത്രമല്ല തെമ്മാടികളെ
കരാര സബക് സിഖായേ. കരാര സബക് സിഖായേ എന്ന് പറഞ്ഞാൽ അവരെ നിലയ്ക്ക് നിർത്തണം. ഒരേ സമയം തെമ്മാടികളെ നിലയ്ക്ക് നിർത്താൻ അവനെ പഠിപ്പിക്കണം. മാത്രമല്ല നല്ല ആൾക്കാരെ, ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നല്ല പെരുമാറ്റത്തിനും വേണ്ടിയിട്ട് അവനെ ശീലിപ്പിക്കണം. ജബ് ലോഗ് ബേഡോं की तरह एक ही एक रास्ते पर चल रहे तो. ആൾക്കാർ ബേഡോं की तरह, ബേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചെമ്മരിയാട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചെമ്മരിയാട്. ചെമ്മരിയാടൊക്കെ ഒരുമിച്ച് കൂട്ടം കൂട്ടമായിട്ടാണ് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് എപ്പോഴും പോവുക. ആദ്യത്തെ ചെമ്മരിയാട് നടക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് മറ്റ് ചെമ്മരിയാടുകളും പോവുക. അപ്പോൾ ഈ ചെമ്മരിയാടുകളൊക്കെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഉസ്മേം ബീഡ് സേ അലഗ് ഹോക്കർ അപ്നാ രാസ്ത ബനാനെ കി ഹിമ്മത്ത് ഹോ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അലഗ് ഹോക്കർ വ്യത്യസ്തമായിട്ട്, അപ്നാ രാസ്ത സ്വന്തം വഴി ഉണ്ടാക്കാനുള്ള ഹിമ്മത്ത് ഹോ, ധൈര്യമുണ്ടാകണം. മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യല്ല നമ്മൾ വേണ്ടത്. നമുക്ക് സ്വന്തമായിട്ടൊരു വഴി നമ്മൾ കണ്ടെത്തണം. അതാണ് ഈ ചെമ്മരിയാടുകളൊക്കെ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഒരേ ഡയറക്ഷനിൽ പോണ പോലെ അതേപോലെ ആവരുത്. നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ഒരു വ്യത്യസ്തത വേണം. മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് അതേപോലെ അനുകരിക്കല്ല വേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയും ഒക്കെ ഉണ്ടാക്കണം. അതിനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. ഉസേ സിഖായേം കി വഹ് ഹരേക് കി ബാത്ത് കോ ധൈര്യപൂർവക് സുനേ. അവനെ അങ്ങ് പഠിപ്പിക്കണം. പ്രിയപ്പെട്ട മാഷേ, അങ്ങ് അവനെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? ഓരോ കാര്യവും ധൈര്യപൂർവക് സുനേൻ. ധൈര്യപൂർവ്വം എന്ന് പറഞ്ഞാൽ ക്ഷമയോട് കൂടിയിട്ട്, നല്ല പേഷ്യൻസ് കാണിക്കണം. ഓരോ കാര്യങ്ങളും നല്ല ക്ഷമയോട് കൂടിയിട്ട് അവനെ കേൾപ്പിക്കണം. ഫിർ ഉസേ സത്യ की कसौटी पर कसे और केवल अच्छाई को हो ग्रहण करे. മാത്രമല്ല അങ്ങനെ ഓരോ കാര്യങ്ങളും ക്ഷമയോടുകൂടി അവനെ കേൾക്കാൻ പഠിപ്പിക്കണം. കൂടാതെ അതിൽ നിന്നും നല്ലത് മാത്രം ഗ്രഹിക്കാനും അവനെ ശീലിപ്പിക്കണം. അച്ചായി കോഹി ഗ്രഹൺ കര എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ, നല്ലത് മാത്രം ഗ്രഹിക്കാനും കൂടി അവനെ പഠിപ്പിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അവനെ നല്ല തിരിച്ചറിവ് പഠിപ്പിക്കണം. നമുക്ക് അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, നല്ല തിരിച്ചറിവും വേണം. പല കാര്യങ്ങളിലും നമുക്ക് അറിവുണ്ടാവും, നല്ല കാര്യങ്ങളിലും ചീത്ത കാര്യങ്ങളിലും ഒക്കെ നമുക്ക് അറിവുണ്ടാവും. പക്ഷേ നമ്മൾ ജീവിതത്തിൽ അതിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നല്ല കാര്യങ്ങളുടെ അറിവാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ടാവണം. അത് അങ്ങ് എൻ്റെ മകനെ പഠിപ്പിക്കണം. അഗർ ഹോ സക്കേ തോ ഉസേ ദുഃഖ് മേ ബി ഹസ്നാ ബി സീഖ് ദേം. പറ്റുമെങ്കിൽ അവനെ ദുഃഖം വരുമ്പോഴും ചിരിക്കാൻ പഠിപ്പിക്കണം, സന്തോഷിക്കാൻ പഠിപ്പിക്കണം. ദുഃഖം വരുമ്പോൾ കരയാതെ, ദുഃഖം വരുമ്പോൾ പോലും അവനെ ചിരിക്കാൻ പഠിപ്പിക്കണം. അതായത് ചിരിച്ചുകൊണ്ട് ആ ദുഃഖത്തെ നേരിടാൻ അവനെ പഠിപ്പിക്കണം. അല്ലാണ്ട് ദുഃഖം വരുമ്പോഴേക്കും ആകെ ഡെസ്പായി കരഞ്ഞ് ഇതായി ആകെ തന്നെ ശരീരവും മനസ്സും നശിച്ചു പോകുന്ന അവസ്ഥയെല്ലാം ഉണ്ടാവരുത്. ദുഃഖത്തിൽ പോലും അവനെ നല്ലത് ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിപ്പിക്കണം. എന്തൊക്കെ മഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് അബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ അധ്യാപകനോട് പറയുന്നത്. ഉസേ സംജായേങ്കി, അവനെ മനസ്സിലാക്കണം. അഗർ രോനാബി പടേത്തോ ഉസ്മേ കോയി ശർമ്മ കി ബാത്ത് നഹി ഹേ. രോനാബി പടേത്തോ, കരയേണ്ടി വന്നാൽ, ഉസ്മേ കോയി ശർമ്മ കി ബാത്ത് നഹി ഹേ. ശർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നാണക്കേട്. കരയേണ്ടി വന്നാൽ അതിലൊരു നാണക്കേടും തോന്നരുത്. കരയേണ്ട സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും കരയണം, അതിലൊരിക്കലും നാണക്കേട് തോന്നണ്ട. അതൊക്കെ അവനെ പഠിപ്പിക്കണം. വഹ് ആലോചകവും കോ. ആലോചകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, വിമർശകരെ നസർ അന്താസ് കരയും. വിമർശകരുടെ നേർക്ക് നമ്മൾ കൃത്യമായിട്ട് അവരുടെ നേർക്ക് ഒരു ശ്രദ്ധയും നോട്ടവും വേണം. ഓർ ചാട്ടുകാരോം സേ. ചാട്ടുകാർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ? മുഖസ്തുതിക്കാർ. എന്താ മക്കളെ മുഖസ്തുതിക്കാർ എന്ന് പറഞ്ഞ അർത്ഥം? നമ്മുടെ മുമ്പിൽ നമ്മളെ നല്ല രീതിയിൽ പൊക്കി സംസാരിക്കുന്നവർ. നല്ല രീതിയിൽ പൊക്കി സംസാരിച്ചാൽ അപ്പുറത്ത് പോയിട്ട് നമ്മളെ കുറ്റം പറയുന്നവരായിരിക്കും ചിലപ്പോൾ. അങ്ങനെയുള്ളവരാണ് മുഖസ്തുതിക്കാർ എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ട്, ഒന്നുകിൽ നമ്മുടെ സ്നേഹമോ അല്ലെങ്കിൽ നമ്മുടെ പ്രീതിയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റെന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെക്കുറിച്ച് വളരെയധികം പൊക്കി സംസാരിക്കും. എന്നിട്ട് അപ്പുറത്ത് പോയാൽ നമ്മളെ കുറ്റം പറയും. അങ്ങനെയുള്ളവരാണ് മുഖസ്തുതിക്കാർ. അതിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ചാട്ടുകാർ. അപ്പോൾ ചാട്ടുകാരോം സേ സാവധാൻ രഹേം എന്ന് പറഞ്ഞാൽ അവരെ കരുതിയിരിക്കണം. മുഖസ്തുതിക്കാരെ നമ്മൾ കരുതിയിരിക്കണം. മുഖസ്തുതിക്കാർ പറയുന്ന കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ മയങ്ങി വീണ് പോകരുത്. ഇതൊക്കെ അങ്ങ് അവനെ പഠിപ്പിക്കണം. വഹ് അപ്പനെ ശരീർ കി താക്കത്ത് കെ ബൽബൂത്തെ പർ. ശരീരത്തിൻ്റെ താക്കത്ത്,
ശക്തി കൊണ്ട് അധ്വാനം കൊണ്ട് ആ നേടിയ ഭർപ്പുർ കമായി കരേ, അധ്വാനം കൊണ്ട് സമ്പാദിക്കാൻ അവനെ ശീലിപ്പിക്കണം, അധ്വാനം കൊണ്ട് അവനെ സമ്പാദിക്കണം. പരന്തു അപ്പനി ആത്മാ, എന്നാൽ നമ്മുടെ ആത്മാഭിമാനം ഓർ അപ്പനെ ഈമാൻ കോ കബീന ബേച്ചേ, ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധത, എന്നാൽ നമുക്ക് നമ്മുടെ ആ ആത്മാഭിമാനം നിലനിർത്തുകയും വേണം, ഒപ്പം ഒരിക്കലും നമ്മുടെ സത്യസന്ധത കൈവെടിയുകയും അരുത്. ഉസ്മേം ശക്തി ഹോ കി ചില്ലാത്തി ബീഡ് കെ സാമനെ, നമുക്ക് ചില്ലാത്തി ബീഡ്, ചില്ലാനാന്ന് പറഞ്ഞാൽ എന്താണ്, ബഹളം വയ്ക്കുക, ബഹളം വയ്ക്കുന്ന ആ ജനക്കൂട്ടം, ബീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തിന് മുമ്പിൽ ഗഡാഹോക്കർ നിന്നിട്ട് അപ്പനെ സത്യക്കേലിയെ ജൂജ്താ രഹേ, ജൂജ്ന എന്ന് പറഞ്ഞാൽ പോരാടുക, ബഹളം വയ്ക്കുന്ന, നമുക്കെതിരെ ബഹളം വയ്ക്കുന്ന ആ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് സത്യത്തിന് വേണ്ടി പോരാടാൻ നമുക്ക് കഴിയണം. അതിനുള്ള കഴിവും ബുദ്ധിശക്തിയൊക്കെ നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് അവനെ ശീലിപ്പിക്കണം. ആപ് ഉസേ തസ്ലീസെ സിഖായേ, താങ്കൾ പ്രിയപ്പെട്ട അധ്യാപക, താങ്കൾ അവനെ തസ്ലീസെ വളരെ സമാധാനത്തോടുകൂടി പഠിപ്പിക്കണം. എന്ത്? പരന്തു ബഹുത്ത് ലാഡ് പ്യാർ മേം ഉസേ ബിഗഡ്നഹി, അങ്ങനെ സമാധാനത്തോടുകൂടി പഠിപ്പിക്കണം എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ എന്താ അവിടെ? ബഹുത്ത് ലാഡ് പ്യാർസെ, നല്ല വാത്സല്യവും സ്നേഹവും കാണിച്ച് ഉസേ ബിഗഡേ നഹി, അവനെ വഷളാക്കരുത്. ബിഗഡന എന്ന് പറഞ്ഞാൽ വഷളാകുക, ബിഗഡേ നഹി എന്ന് പറഞ്ഞാൽ അവനെ ഒരിക്കലും വഷളാക്കരുത്. നല്ല അവന് വേണ്ട വാത്സല്യവും സ്നേഹവും, അമിത സ്നേഹവും അമിത വാത്സല്യവും കൊടുത്ത് ഒരിക്കലും അവനെ വഷളാക്കരുത്. എന്നാൽ അവനെ സമാധാനത്തോടു കൂടി പഠിപ്പിക്കണം. ഭയങ്കര ദേഷ്യഭാവത്തോടുകൂടിയും തല്ലിയും ശകാരിച്ചും ആ രീതിയിൽ അവൻ്റെ ശരീരം വേദനിപ്പിച്ചും മനസ്സ് വേദനിപ്പിച്ചും ഒന്നും അവനെ പഠിപ്പിക്കരുത്. പക്ഷേ എന്ന് കരുതി അവനെ സ്നേഹിച്ച് ലാളിച്ച് ഒരിക്കലും വഷളാക്കുകയും അരുത്. ഉസേ ഹമേശ ഐസി സീഖ് दें कि मानव जाति पर उसकी असीम ശ്രദ്ധ ബനി രഹേ. ഉസേ ഹമേശ ഐസി സീഖ് दें, അവനെ എപ്പോഴും പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? മാനവജാതി പർ, മനുഷ്യജാതിയിൽ ഉസ്കി അസീം ശ്രദ്ധ ബനി രഹേം, അസീം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബഹുമാനം മനുഷ്യജാതിക്ക് കൊടുക്കാൻ അവനെ പഠിപ്പിക്കണം. നമ്മളെപ്പോലുള്ള മറ്റുള്ള മനുഷ്യരെ അങ്ങേയറ്റം നമ്മൾ ബഹുമാനിക്കാൻ, എല്ലാവരെയും ഈ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളെയും ബഹുമാനിക്കാൻ അവനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം ലിങ്കൻ തൻ്റെ കത്ത് കൺക്ലൂഡ് ചെയ്യുകയാണ്. മേനെ അപ്പനെ പത്രമേം ബഹുത് കുച്ച് ലിഖാ ഹേ, ഞാൻ എൻ്റെ കത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദേഖോ, നോക്കൂ, ഇസ്മേ സേ ക്യാ കർണ സംഭവ് ഹേ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ നടപ്പാക്കാൻ പറ്റും എന്ന് അങ്ങൊന്ന് ശ്രമിച്ചോളൂ. പരമാവധി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനെ ശീലിപ്പിക്കാൻ സാധിച്ചാൽ അവൻ ഈ ലോകത്തിലെ ഏറ്റവും മഹാനായിട്ട് തന്നെ വളരും. അപ്പോൾ എൻ്റെ മകനെ എത്രയും നല്ല വിദ്യാഭ്യാസം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ പ്രിയപ്പെട്ട അധ്യാപക അങ്ങ് നടപ്പാക്കാൻ പറ്റുവെച്ചാൽ നടപ്പാക്കുക എന്ന് അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ കത്ത് അവസാനിപ്പിക്കുകയാണ്. ഈ പാഠം ഒരു കത്താണ്, ഒരു കത്ത് പാഠഭാഗത്തിൽ ആയിട്ട് വന്നു എങ്കിലും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ മനസ്സിലാക്കാവുന്നതുണ്ട്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളാണല്ലോ, ഒരു ത്രികോണം പോലെയാണല്ലോ, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പോലെയാണല്ലോ. ഒരു ഓട്ടോറിക്ഷയുടെ 3 ടയർ പോലെയാണ്. ആദ്യത്തെ മുമ്പിലത്തെ ടയർ വിദ്യാർത്ഥിയും പിന്നിലത്തെ ടയർ അധ്യാപകനും രക്ഷിതാവുമാണ്. ഈ 3 കൂട്ടരും കൂടി ഒത്തൊരുമിച്ച് ശ്രമിച്ചാലാണ് ഒരു കുട്ടി നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി വളർന്നു വരികയും നല്ല മനുഷ്യന്മാരാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ കത്ത് വായിച്ചു കഴിഞ്ഞാൽ അധ്യാപകർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട്, വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, രക്ഷിതാക്കൾക്കും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്.